പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ആക്രമണം അയച്ചുവിടാനുള്ള ശ്രമം നടത്തിയതെന്ന് CPM നേതാവ് SK സജീഷ് പറഞ്ഞു. പേരാമ്പ്രയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളാണിപ്പോൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വരുന്നത്. അതായത് നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഷാഫി പറമ്പിലെത്തുന്നത് വരെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഷാഫി പറമ്പിൽ വരുന്നു. അത് രൂക്ഷമായ സമയത്ത്, ഗ്രനേഡെല്ലാം പൊട്ടുന്ന സമയത്ത് ചെറിയ പോലീസ് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്താനൊക്കെയാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഈ വിഷയത്തിൽ ചില വാർത്തകളിലെങ്കിലും ശ്രമമുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ദൃശ്യം ഒരു ചെറുപ്പക്കാരൻ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഏതാണ്ട് എല്ലാ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യം നോക്കി അറിയാം, എല്ലാ മാധ്യമങ്ങളും ആ ചെറുപ്പക്കാരനിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. പോലീസിനെ വലിയ അസഭ്യം പറയുന്നു, വലിയ വെല്ലുവിളി നടത്തുന്നു, ആ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള അങ്ങേയറ്റ ശ്രമം നടത്തുന്നു. ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനൊരു നേതാവ് പോലുമല്ല. പേരാമ്പ്രയിൽ നിന്നും ഏതാണ്ട് 10-30 കിലോമീറ്റർ അപ്പുറമുള്ള കൂമുള്ളി എന്ന പ്രദേശത്തെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹത്തെ ഇങ്ങനെ, ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് എല്ലാ ക്യാമറകളും നിൽക്കുമ്പോൾ ആ ക്യാമറയിൽപ്പെട്ട ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ ചെറുപ്പക്കാരനിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ അപ്പുറത്തുകൂടെ ഒരു സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു. ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിൻ്റെ ഇടയിൽ നിന്നും